ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ ടിവിയുടെ ഏറ്റവും പുതിയ സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് ആക്ഷൻ സിനിമയായ ദ ഗോർജ് ആണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ഡോക്ടർ സ്ട്രേഞ്ച് സിനിമ ഡയറക്റ്റ് ചെയ്ത സ്കോട്ട് ഡെറിക്സൺ ആണ്. മൈൽസ് ടെല്ലർ, ആന്യ ടൈലർ ജോയ്, സിഗോണി വീവർ എന്നിവരാണ് ഇവിടെ പ്രധാന വേഷത്തിൽ വരുന്നത്. ഇനി ഇതിൻ്റെ കഥയിലേക്ക് വന്നാൽ, എക്സ്ട്രാ ഓർഡിനറി സ്നൈപ്പർ സ്കിൽസ് ഉള്ള ഒരു എക്സ് മിലിറ്ററി ഓഫീസറും മെർസനറിയുമാണ് ലെവി. അയാൾക്ക് ഒരു സീക്രട്ട് ലൊക്കേഷനിലുള്ള ഒരു ടവറിൽ ഒരു വർഷത്തേക്ക് സെക്യൂരിറ്റിയായി നിൽക്കാനുള്ള ഒരു പ്രൈവറ്റ് കോൺട്രാക്റ്റ് കിട്ടുന്നു. ഈ ടവർ നിൽക്കുന്നത് ഒരു വലിയൊരു ഗോർജ് അല്ലെങ്കിൽ ഒരു ക്ലിഫിൻ്റെ അറ്റത്താണ്. മറ്റൊരാളോടും കോൺടാക്റ്റ് ഇല്ലാതെ അവിടെ അയാൾക്ക് നിൽക്കേണ്ടി വരുന്നു. ആ ഒറ്റപ്പെടൽ അങ്ങനെ അയാൾ നിൽക്കുമ്പോൾ ഗോർജിൻ്റെ അങ്ങേയറ്റത്തുള്ള മറ്റൊരു ടവറിൽ ഒരു പെൺകുട്ടിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. തന്നെ പോലെ തന്നെ ഇതേ ജോലി ഏൽപ്പിച്ചിരുന്ന അതേ സ്കിൽസ് ഉള്ള ഡ്രാസ എന്ന പെൺകുട്ടിയായിരുന്നു അത്. ഈ ഗോർജിൻ്റെ രണ്ടറ്റത്തുമുള്ള ഈ ടവറുകൾ അവൻ നിൽക്കെ അവർ ദൂരെയാണെങ്കിലും തമ്മിൽ പരിചയപ്പെടാൻ ശ്രമിക്കുന്നു, കാണാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ അടുക്കുന്നു, അങ്ങനെ അവർ ഇഷ്ടത്തിലാകുന്നു. പക്ഷേ അവരുടെ നടുക്ക് ആ വലിയ ഗോർജും ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല ഈ ഗോർജിൽ എന്താണുള്ളതെന്നും എന്തിനാണ് അവരെ അവിടെ കാവലിൽ നിർത്തിയിരിക്കുന്നതെന്നും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഈ ഗോർജിലേക്ക് ലെവി ആക്സിഡന്റിലായി വീഴുന്നു. പുറകെ അവനെ രക്ഷിക്കാനായി ഡ്രാസയും അതിലേക്ക് ചാടുന്നു. ആ ഗോർജിനുള്ളിലെ രഹസ്യം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് ബേസിക് ആയിട്ടുള്ള പ്ലോട്ട്. ഇതൊരു റൊമാൻറ്റിക് ഡ്രാമ കൂടെയാണ്. സോ ഈ രണ്ട് കഥാപാത്രങ്ങളും കടന്നു പോകുന്ന ട്രോമയും അവർ തമ്മിൽ അടുക്കുന്നതും അവരുടെ ബോണ്ടും ഒക്കെയാണ് ഫസ്റ്റ് ഹാഫിലെ മെയിൻ ഫോക്കസ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കെമിസ്ട്രിയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി ആന്യ ടൈലർ ജോയിൻ്റെ പെർഫോമൻസ് ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിലൊരു ഡാൻസ് സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല വൈബായിട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലാണ് ഈ ഗോർജിന് താഴെയുള്ള മിസ്റ്ററിയിലേക്ക് ശരിക്കും കടക്കുന്നത്. ഈ മിസ്റ്ററിയിലേക്ക് കടക്കുമ്പോൾ ആ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യാൻ ഇവിടെ കഴിയുന്നുണ്ട്. സ്കോട്ട് ഡെറിക്സന്റെ സ്ട്രോങ് പോയിന്റ് ആയിട്ടുള്ള ഹൊറർ എലമെന്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഇവിടെയാണ്. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുമുണ്ട്. എന്താണ് ഇവിടെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ഫാക്ടർ, അതിന്റെ ക്യൂരിയോസിറ്റി നന്നായിട്ട് ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. VFXും സെറ്റ് ഡിസൈനും ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ സ്പോയിലേഴ്സ് ആവും. സോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇനി നെഗറ്റീവ്സിലേക്ക് വരാം. ഈ ഗോർജിനുള്ളിലെ മിസ്റ്ററി ഒരല്പം ലോജിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുമ്പോൾ പുറം ലോകത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നത് വിശ്വസിക്കാൻ അല്പം പാടായിരുന്നു. അതിലേക്ക് ശരിക്കും കടക്കുമ്പോൾ നമുക്ക് മറ്റ് ചില സിനിമകളോ അല്ലെങ്കിൽ സീരീസുകളോ ഒക്കെ ഓർമ്മ വരാം. ഫോർ എക്സാമ്പിൾ സ്ട്രേഞ്ചർ തിങ്സ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഓഫ് അസോ, അല്ലെങ്കിൽ പൈററ്റ്സ് ഓഫ് ദ കരീബിയനോ ഒക്കെ. സോ ഇതിൻ്റെ എല്ലാം ഒരു മിക്സ് ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറയാം. ഈ ഫിലിമിലെ ആ ഒരു മിസ്റ്ററി ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് കുറച്ചധികം എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ക്ലോവർ ഫീൽഡ് സിനിമകളിലൊക്കെ പോലെ പല ജാനറിലെ പല കഥകളും ഇതിനെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യായിരുന്നു. സിഗോണി വീവറിന്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ അധികം സ്ക്രീൻ ടൈം കൊടുത്തില്ല. ഇത്രയും വലിയൊരു വെറ്ററൻ ആക്ടറിനെ കൊണ്ടുവന്നിട്ട് വേണ്ടത്ര സ്ക്രീൻ ടൈം ആ ക്യാരക്ടറിനെ കൊടുക്കാതിരുന്നത് ഈ ഫിലിമിനെ അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. സോ ഓവറോൾ പറഞ്ഞാൽ ഒരു റൊമാൻറ്റിക് ഡ്രാമ എന്ന നിലയിൽ എനിക്കിത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ മിസ്റ്ററി സിനിമ എന്ന നിലയിൽ ഒരു എബോ ആവറേജ് ഫീലാണ് എനിക്ക് കിട്ടിയത്. എന്നാലും പുതിയൊരു കൺസെപ്റ്റിനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തുകൊണ്ട് ഒരു വാച്ചബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആകുന്നുമുണ്ട്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ദ ഗോർജ്. ഈ സിനിമ നിങ്ങൾ കണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് താഴെ കമൻസിൽ അറിയിക്കുക. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.